റിങ്കിൾസിൻ്റെ പ്രോബ്ലം ഉള്ളത് എവിടേക്കാണോ അവിടെ ഫുള്ളായിട്ട് നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. യൂത്ത്ഫുൾ ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിൻ കിട്ടാനും. ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അലോവേര ജെൽ എങ്ങനെയാണ് നമ്മുടെ സ്കിന്നിലുള്ള എല്ലാ പ്രോബ്ലംസിനും നമുക്ക് സൊല്യൂഷനാക്കി യൂസ് ചെയ്യാൻ പറ്റുന്നതെന്നാണ്. ഇതിൽ നമ്മൾ നമ്മുടെ സ്കിന്നിലുള്ള പ്രോബ്ലംസ് ഒക്കെ മാറ്റാനായിട്ട് അലോവേര ജെൽ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നിങ്ങളുടെ കയ്യിൽ ഏത് അലോവേര ജെല്ലാണുള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് റിങ്കിൾസ് മാറാനായിട്ട് എങ്ങനെയാണ് അലോവേര ജെൽ യൂസ് ചെയ്യാമെന്ന് നോക്കാം. നമ്മുടെ മുഖത്തും നെറ്റിയിലും അതുപോലെ തന്നെ കണ്ണിന് താഴെയൊക്കെ കഴുത്തിലും ഒക്കെ റിങ്കിൾസ് പെട്ടെന്ന് ഉണ്ടാവും. അവിടെയൊക്കെ നമുക്ക് അലോവേര ജെൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. പക്ഷെ എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ഓയിൽ ഇങ്ങനെ എടുക്കുക കയ്യിലോട്ട്. നമ്മൾ ഏത് ഓയിലാണോ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഓക്കെ ആയിട്ടുള്ളത് അതെടുക്കുക. അതോടൊപ്പം കുറച്ച് അലോവേര ജെല്ലും കൂടെ മിക്സ് ചെയ്യുക. നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് റിങ്കിൾസിൻ്റെ പ്രോബ്ലം ഉള്ളത് എവിടേക്കാണോ അവിടെ ഫുള്ളായിട്ട് നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അണ്ടർ ഐ ക്രീമായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. അണ്ടർ ഐസിൽ നല്ലൊരു മസാജ് കൊടുക്കുക. ഇത് നമ്മൾ വെറുതെ അപ്ലൈ ചെയ്താൽ പോരാ, നല്ല രീതിയിൽ മസാജ് കൊടുക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ശരിക്കും ഇത് വർക്കാവുള്ളൂ. ഒരു 10 മിനിറ്റ്, 5 മുതൽ 10 മിനിറ്റ് വരെ മസാജ് ചെയ്തിട്ട് നമുക്കത് നോർമൽ വാട്ടറിൽ സോപ്പൊക്കെ ഉപയോഗിച്ച് വാഷ് ചെയ്യാം. ഓയിൽ നമ്മൾ യൂസ് ചെയ്തതുകൊണ്ട് സാധാരണ വെള്ളത്തിൽ കഴിക്കുക ഫുള്ളായിട്ട് പോവില്ല. സോ നല്ല രീതിയിൽ സോപ്പോ ഫേസ് വാഷോ യൂസ് ചെയ്ത് നല്ല രീതിയിൽ വാഷ് ചെയ്യാവുന്നതാണ്. കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്തത്. ഒലിവ് ഓയിൽ, ആൽമണ്ട് ഓയിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതൊരു ഒരാഴ്ച നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവും. സാഗായിട്ട്, ഡള്ളായിട്ട്, ഏജ്ഡ് ആയിട്ടുള്ള തോന്നുന്ന സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ. നല്ല യൂത്ത്ഫുൾ ഗ്ലോ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്തതായിട്ട് വരുന്നത് നമുക്ക് അലോവേര ജെൽ യൂസ് ചെയ്തിട്ട് നമ്മുടെ സൺ ടാനും ഡാർക്ക് സ്പോട്ട്സും റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. അതിനായിട്ട് നമ്മൾ അലോവേര ജെൽ മാത്രമാണ് എടുക്കുന്നത്. കുറച്ചൊന്ന് അലോവേര ജെൽ എടുത്തതിന് ശേഷം നമുക്ക് സ്കിന്നിലോട്ട് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കണം. സൺ ടാൻ, ഡാർക്ക് സ്പോട്ട്സ് ആണ് നിങ്ങൾക്ക് ട്രീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലോവേര ജെൽ മാത്രമായിട്ട് എടുത്ത് നല്ല രീതിയിൽ ഒരു മസാജ് 5 മിനിറ്റ് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് വാഷ് ചെയ്യാവുന്നതാണ്. ഡെയിലി നിങ്ങൾ രാത്രി ഇത് അപ്ലൈ ചെയ്തിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ ബെനിഫിഷ്യൽ ആണ്. രാവിലെ നോർമലി നമ്മൾ എങ്ങനെയാണോ ഫേസ് വാഷ് ചെയ്യുന്നത് ആ രീതിയിൽ വാഷ് ചെയ്താൽ മതി. നല്ല റിസൾട്ട് ഉണ്ടാവും കേട്ടോ. ഡെഫിനറ്റ്ലി നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം. മുഖക്കുരു വന്നതിൻ്റെ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഓവർ എ പീരീഡ് ഓഫ് ടൈം അത് ഫെയ്ഡ് ആവാനായിട്ടും ലാസ്റ്റ് അത് മുഴുവനായിട്ട് പോകാനും ഹെൽപ്പ് ചെയ്യും. നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിൻ്റെ ഗ്ലോ കൂട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അലോവേര ജെല്ല് മാത്രമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താലും. ഇനി അടുത്തതായിട്ട് എങ്ങനെയാണ് അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസ് മാറ്റുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു കോട്ടൺ ബോൾ എടുത്തിട്ട് 2 കോട്ടൺ ബോൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കോട്ടൺ പാഡ് കിട്ടുമല്ലോ, അത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ദെൻ ഇത് ഞാൻ ഒരു കണ്ണിൽ വെച്ച് കാണിക്കാം. അതുപോലെ വേണം നമ്മൾ 2 കണ്ണിലും ചെയ്ത് കൊടുക്കാനായിട്ട്. ഈ പഞ്ഞിയിലോട്ട് കുറച്ച് റോസ് വാട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ദെൻ അലോവേര ജെല്ലും കൂടെ കുറച്ച് മാത്രം ഒന്നാക്കി കൊടുക്കുക. ഇത് നല്ല രീതിയിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വെക്കണം. ഡാർക്ക് സർക്കിൾസ് ഉള്ള ഭാഗത്തായിട്ട് ഇത് വെച്ചു കൊടുക്കാം. കണ്ണിൽ ഫുള്ളായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. നല്ല രീതിയിൽ ഡാർക്ക് സർക്കിൾസ് മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് നിങ്ങൾ റെഗുലറായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഡാർക്ക് സർക്കിൾസ് ഒക്കെ പോയിട്ട് സാധാരണ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അണ്ടർ ഐസ് നമുക്ക് കിട്ടും. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഡാർക്ക് സർക്കിൾസിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അടുത്തതായിട്ട് ഗ്ലോയിങ് സ്കിന്നാണ് നമുക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ സ്കിന്നിൻ്റെ ടെക്സ്ചർ നല്ല രീതിയിൽ ഡള്ളായി ഡാമേജ് ആയിരിക്കുകയാണെങ്കിൽ സ്കിൻ നന്നായിട്ട് ഗ്ലോ ചെയ്യാനായിട്ട് ടൊമാറ്റോയുടെ ജ്യൂസും അതുപോലെ തന്നെ അലോവേര ജെല്ലും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അടിപൊളിയായിട്ട് വർക്കാവും. നമ്മൾ ടൊമാറ്റോ ഫേഷ്യൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതിലും നമ്മൾ അലോവേര ജെൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവാം, നിങ്ങൾ കണ്ടു നോക്കൂ. അടിപൊളിയാണ്. നമ്മുടെ സ്കിന്നിൽ
നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്ന് കിട്ടാനും നല്ല സപ്പിളായിട്ട് യൂത്ത്ഫുൾ ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിൻ കിട്ടാനും നമ്മൾ ഈ ടൊമാറ്റോയും അലോവേര ജെല്ലും കൂടെ യൂസ് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യും. സോ ഒരു പാക്കും കൂടെ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, നല്ല രീതിയിൽ ബെനിഫിഷ്യൽ ആണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. ഇതുവരെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ടാറ്റാ ബൈ.